ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രമ്യയുടെ കയ്യിൽ നിന്നും പ്രതിഫലമായിട്ട് എത്ര കിട്ടിയളിയാ? എന്താ? അളിയൻ ഇന്നലെ ഇന്നുമായിട്ടും ഇവിടെ നടത്തുന്ന ഈ നാടകത്തിന് അളിയൻ എത്ര രൂപയാ അവളുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചെന്ന്? നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ രീതിയിൽ നിന്നോട് സംസാരിക്കുന്നതെന്ന്. അതിനുത്തരമായി നീ മനസ്സിലാക്കണം പ്രതാപ, ഈ ചേച്ചിക്ക് ഈ അനിയനെ അത്രക്കിഷ്ടായതുകൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. നീ ഒന്ന് മനസ്സിലാക്കിയാ മതി. നിന്നെ ആരും തോൽപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് നിന്റെ മകളായാലും നിന്റെ എതിർ പാർട്ടിക്കാരായാലും നിന്റെ ഏത് ശത്രു ആയാലും എനിക്ക് നീ ജയിക്കുന്ന കാണാനാ ഇഷ്ടം. പക്ഷെ എന്റെ കണക്കൂട്ടലിൽ നിന്റെ മകൾ നിന്നെ തോൽപ്പിക്കും പ്രതാപ. ഇത് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നൊന്നുമല്ല. കംസനെ കൊല്ലാൻ പിറന്ന കൃഷ്ണനെ പോലെ, ഹിരണ്യകശിപുവിനെ കൊല്ലാൻ അവതാരമെടുത്ത നരസിംഹത്തെ പോലെ, കൃഷ്ണനെ കൊല്ലാൻ പിറന്ന ജരനെ പോലെ ഋതിക നിന്റെ അന്തകയാകും പ്രതാപ. നീ സൂക്ഷിച്ച നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ചേച്ചി, എന്റെ മകളെ കുറിച്ചാ ചേച്ചി പറയുന്നേ. അവൾ ആരെയും ഉപദ്രവിക്കാത്തൊരു സാധുവാണ്. അവൾ ഒരിക്കലും എന്റെ നാശം കാണാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെ ഒന്നും ചെയ്യില്ല. അതെനിക്ക് ഉറപ്പാ. ഇനിയും കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല ചേച്ചി. ചേച്ചി കിടന്നോ. സാധു, ഇത്രയും കാലവും നിനക്ക് നല്ല പണി തന്നിട്ടും നിന്നെ ആളുകളുടെ മുന്നിൽ നാണം കെടുത്തിയിട്ടും നിനക്കിപ്പോ അവള് സാധു. കൊള്ളാം. നിന്നെ പോലൊരു മണ്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പ്രതാപ. എന്താമ്മേ, അമ്മാവൻ ദേഷ്യത്തിലാണല്ലോ ഇവിടുന്ന് പോയത്? എന്തു പറ്റി? എന്തു പറ്റാൻ? അവന്റെ മോളുടെ സ്വഭാവ ഗുണം ഞാൻ അവനോടൊന്ന് പറഞ്ഞുപോയി. അതവന് ഇഷ്ടായില്ല. അങ്ങനെ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. ഓ, അങ്ങനെ പോയതാണല്ലേ. ഞാൻ വിചാരിച്ചു ഇലക്ഷന്റെ ടെൻഷനിൽ പോയതാണെന്ന്. അല്ലമ്മേ, നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷനില് അമ്മയുടെ വോട്ട് ആർക്കാ? ജേട്ടാ, കുടിക്കാൻ ചായ എടുക്കട്ടെ? കാലത്ത് ഞാൻ ഉറക്കം എഴുന്നേറ്റ സാധാരണ എന്താ കുടിക്കാറ്? ചായ. പിന്നെ എന്നോട് അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോടി? പോയെടുത്തോടി. എന്താടാ നാട്ടുകാര് മുഴുവൻ കേൾക്കാൻ വിളിച്ചു പോണത്? അല്ലെങ്കിൽ എന്നെ പോലുള്ളവർ എന്തെങ്കിലും കാര്യം പറഞ്ഞാ അതിവിടെ കാറിച്ചേയും കൂപിച്ചേക്കാട്ടില്ലേ തോന്നുള്ളൂ. എന്തിനാ ജയ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അയൽവക്കത്തൊക്കെ ആൾക്കാരുള്ളതല്ലേ, നിനക്കൊന്ന് പതിയെ സംസാരിച്ചൂടെ? കേക്കട്ടെ, ഞാൻ ആർക്കും കേൾക്കാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ പറയുന്നത്. ഒന്ന് പതുക്കെ. രാജു ഉണർന്നിട്ടില്ല. ബഹളം വെച്ച് അവനെ ഏൽപ്പിക്കരുത്. ഇന്നലെ നീ പറഞ്ഞത് കേട്ട് വളരെ വിഷമിച്ചാവും പോയി കിടന്നത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. പൊന്നു മനസ്സുള്ളവര് കേൾക്കാൻ പറ്റുമോ കേട്ടാ മതി. അങ്ങനെ ഇവിടെ ആർക്കും പൊന്നു മനസ്സില്ല. ഈ കുടുംബത്തില് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. അതിന് യോജിച്ചവര് ഇവിടെ നിന്നാ മതി. ഓ, അപ്പൊ അങ്ങനെയാണോ? ആ, അങ്ങനെയായി. ആ, മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ
കാലത്ത് തന്നെ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. അങ്ങനെ എന്നെ പറഞ്ഞു വിടാന്ന് ഇവിടെ ആരും കരുതണ്ട. ഇത് എനിക്ക് കൂടെ അവകാശപ്പെട്ട വീടാ. നീടാ നിനക്ക് നാണമുണ്ടോ? ഏ? വാടക വീടിനാണോ നീ അവകാശം ചോദിക്കുന്നത്? ഹ്. ഈ വാടക വീട് സ്വന്തമാക്കുന്നതിന് ഞാനൊരു ബുദ്ധി ഉപദേശിച്ചപ്പോ നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കാൻ വയ്യല്ലോ. ആ, മനസ്സിലായി. നിന്റെ ഉദ്ദേശം നടക്കാൻ പോടില്ലടാ. എടാ, നിന്റെ അത്ര ആർത്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല. നിനക്ക് ആർത്തിയല്ല, അത്യാർത്തി, പണത്തിനോടുള്ള പ്രാന്ത്. ആ പ്രാന്തിന് എന്റെ മകനെ ബലിയാടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. വീണ്ടും തുടങ്ങി രാവിലെ തന്നെ. ഇതിനൊരു അവസാനമില്ലേ? എന്റെ സമാധാനം കെടുത്തിയേക്കാന്ന് അളിയൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടാണോ ഇവിടെ നിൽക്കുന്നത്? അളിയ, ഞാൻ പറയുന്നത് അളിയന്റെ നല്ലതിന് വേണ്ടിയാ. അത് അളിയൻ ഇപ്പം മനസ്സിലാവില്ല. അളിയൻ സമാധാനമായി സന്തോഷത്തോടെ ഒരു വിവാഹമൊക്കെ കഴിച്ച് ഭാര്യയെ കുഞ്ഞുമായിട്ടൊക്കെ ജീവിക്കുന്ന എനിക്ക് കാണണം. രമ്യയുടെ കയ്യിൽ നിന്നും പ്രതിഫലമായിട്ട് എത്ര കിട്ടിയളിയാ? എന്താ? അളിയൻ ഇന്നലെ ഇന്നുമായിട്ടും ഇവിടെ നടത്തുന്ന ഈ നാടകത്തിന് അളിയൻ എത്ര രൂപയാ അവളുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ചതെന്ന്? പൊന്നളിയ, ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വാക്കൊന്നും പറയല്ലേ. നീ കേട്ടില്ലേ പ്രിയേ നിന്റെ അനിയ പറയുന്നത്? രമ്യയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഞാനിതൊക്കെ പറയുന്നെന്നാ ഇവൻ വിചാരിക്കുന്നേ. അളിയ, ഞാനെന്നും അളിയന്റെ നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഋതിക മേഡത്തിന് അളിയനോടുള്ള പ്രണയം ഞാൻ മനസ്സിലാക്കിയോണ്ടാ ആ പ്രണയത്തിന് വേണ്ടി അന്ന് നിങ്ങൾ ഒന്നിക്കാൻ ആത്മാർത്ഥമായിട്ട് കൂട്ടുന്നതും അതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. പക്ഷേ അതൊന്നും നടക്കില്ല അളിയ. അല്ല, സത്യത്തിൽ ആ ബന്ധത്തിന് അളിയനും താല്പര്യമില്ലല്ലോ. നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിലും സ്ത്രീയുടെ വിവാഹം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് അളിയന്റെ കല്യാണോ? അത് അളിയനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നത് തെറ്റാണോ അളിയ? അമ്മേ, ഞാൻ ഇറങ്ങാ. അല്ല, എന്തെങ്കിലും പറഞ്ഞിട്ടോ? കാലത്തിന് അളിയത് എങ്ങോട്ടാ? ഇന്ന് ഇലക്ഷൻ ദിവസാ. എനിക്ക് ഉടനെ തന്നെ ഇലക്ഷൻ ബൂത്തിലെത്തണം. ആ, മോനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോടാ. എടീ, അതൊക്കെ അവൻ പുറത്തുപോയി കഴിച്ചോളും. നീ പോയിട്ട് വാടാ. ശരി അച്ഛാ. ശരി അമ്മേ. കാലത്ത് തന്നെ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് നീ എന്ത് നോക്കി കാടി? പോയി ചായ എടുത്തുടാ. അച്ഛാ, ഇതെടി, ജേട്ടൻ രാജുവിന്റെ നല്ലതിന് വേണ്ടിയല്ലേ? മനസ്സിലായി. ഈ പത്രക്കാരൻ എവിടെ പോയി കിടക്കണോ? വെറുതെ കുറച്ച് കാശ് ചെലവാക്കുന്നല്ലാണ്ട് ഒരെണ്ണത്തിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല ഈശ്വര. അകലേ നോവിനാലേ